പ്രിയ ഗുണപാഠ കഥയാണ് രണ്ട് കൂട്ടുകാര്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരിക്കൽ രണ്ട് കൂട്ടുകാര് മരുഭൂമിയിൽ കൂടെ നടന്നു പോകുകയായിരുന്നു. ആ യാത്രയുടെ ഇടയിൽ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. അടി കൊണ്ട കൂട്ടുകാരന് ഒരുപാട് വേദനിച്ചു. എങ്കിലും അവൻ ഒന്നും പറഞ്ഞില്ല. പകരം അവൻ മരുഭൂമിയിലെ മണലിൽ എഴുതി, ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രയുടെ ഇടയിൽ ദാഹിച്ചു വലങ്ങിയ അവർക്ക് ഒരു മരുപ്പച്ച കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അടികൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുഴിയിൽ മുങ്ങാൻ തുടങ്ങി. എന്നാൽ അവന്റെ പ്രിയ കൂട്ടുകാരൻ അവനെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു. രക്ഷപ്പെട്ട ആ കൂട്ടുകാരൻ അവിടെ ഇരുന്ന ഒരു കല്ലിൽ എഴുതി, ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. അവനെ അടിച്ചതും പിന്നെ എൻ്റെ ജീവൻ രക്ഷിച്ചതുമായ ആ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിൽ എഴുതി, എന്നാൽ ഇപ്പോൾ നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ അത് കല്ലിൽ എഴുതിയത്? കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മൾ മണലിൽ എഴുതണം. ക്ഷമയാകുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. പക്ഷേ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താൽ നമ്മൾ അത് കല്ലിൽ കുത്തി വെക്കണം, ഒരിക്കലും മാഞ്ഞു പോകാത്ത പോലെ. ഈ കഥയുടെ ഗുണപാഠമാണ്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കാനും മറക്കാനും നാം തയ്യാറാകണം. അതുപോലെ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് സുഹൃത്ത് ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. നന്ദി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.